ഈ വർഷം ആദ്യം യുഎസ് പ്രസിഡന്റായി അധികാരമേറ്റതിന് ശേഷം ഡൊണാൾഡ് ട്രംപ് വിവിധ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ആയിരക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തിയതോടെ വിവിധ സർവകലാശാലകളിൽ പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുടെ വിസകളും ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നു. അവരിൽ 50% ഇന്ത്യക്കാരാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നത് അമ്പരപ്പിക്കുന്ന കാര്യമാണ്. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചറിഞ്ഞ് അവരെ സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കുന്നതിനുള്ള വലിയ ശ്രമമാണ് അമേരിക്ക ഇപ്പോൾ നടത്തുന്നത്. അക്കാര്യത്തിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ശരിയായ രേഖകളില്ലാതെ അമേരിക്കയിൽ താമസിച്ചിരുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകളെ സൈനിക വിമാനത്തിൽ അവരുടെ മാതൃരാജ്യങ്ങളിലേക്ക് തിരിച്ചയച്ചു. കഴിഞ്ഞ ജനുവരി മുതൽ മാർച്ച് 21 വരെ മാത്രം 388 ഇന്ത്യക്കാരെ യുഎസിൽ നിന്ന് ഇന്ത്യയിലേക്ക് നാടുകടത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഫലമായി അമേരിക്കയിലെ 320-ലധികം വിദേശ വിദ്യാർത്ഥികളുടെ വിസകൾ റദ്ദാക്കപ്പെട്ടു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റവും പുതിയ ബന്ധത്തിന് പ്രഹരമായി. അവരിൽ 50% ഇന്ത്യക്കാരാണെന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വാർത്ത. ഹമാസ് പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുന്ന പ്രതിഷേധങ്ങൾ അമേരിക്കയിൽ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ മറ്റ് രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്ന പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്ന വിദേശ വിദ്യാർത്ഥികളുടെ സെൻസസ് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചു. അമേരിക്കയിലെ പ്രശസ്തമായ ഹാർവാർഡ് ഉൾപ്പെടെ വിവിധ സർവകലാശാലകളിൽ ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അവർ F1 വിസയിലാണ് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നത്. നാടുകടത്തലിൽ ഇന്ത്യൻ സർക്കാർ ആശങ്ക പ്രകടിപ്പിക്കുകയും തടങ്കലിൽ വെച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കോൺസുലാർ പ്രവേശനം തേടുകയും ചെയ്തു. അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നത് തുടർച്ചയായ പ്രക്രിയയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. അതേസമയം നിയമവിരുദ്ധമായി യുഎസിൽ താമസിക്കുന്ന പൗരന്മാരെ തിരിച്ചെടുക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസ്താവിച്ചു. കുടിയേറ്റ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനും രേഖപ്പെടുത്താത്ത കുടിയേറ്റം കുറയ്ക്കുന്നതിനുമുള്ള വലിയൊരു ശ്രമത്തിന്റെ ഭാഗമാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളെ അമേരിക്ക നാടുകടത്തുന്നത്. ഇതിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആശങ്ക പ്രകടിപ്പിക്കുകയും പൗരന്മാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും യുഎസ് സർക്കാർ തങ്ങളുടെ കുടിയേറ്റ നയങ്ങളിൽ കർക്കശമായ സമീപനമാണ് തുടരുന്നത്. 2025 ജനുവരി മുതൽ 682 ഇന്ത്യക്കാരെ യുഎസിൽ നിന്ന് നാടുകടത്തി. അവരിൽ ഭൂരിഭാഗവും നിയമവിരുദ്ധമായി രാജ്യത്ത് പ്രവേശിച്ചവരാണ്. 2017 570 ഇന്ത്യൻ പൗരന്മാരെയും 2018 790 പേരെയും 2019 ആദ്യ 6 മാസങ്ങളിൽ 550 പേരെയും നാടുകടത്തി. പ്യൂ റിസർച്ച് സെന്ററിന്റെ കണക്കനുസരിച്ച് യുഎസിൽ നിയമവിരുദ്ധമായി താമസിക്കുന്ന 7,25,000 ഇന്ത്യൻ പൗരന്മാരുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഇത് മെക്സിക്കക്കാർക്കും സാൽവഡോറുകാർക്കും ശേഷം മൂന്നാമത്തെ വലിയ ഗ്രൂപ്പായിട്ടാണ് അവരെ മാറ്റുന്നത്. നാടുകടത്തൽ യുഎസിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ചിലർ നാടുകടത്തുമെന്ന് ഭയന്ന് പാർട്ട് ടൈം ജോലികൾ ഉപേക്ഷിക്കുകയാണ്. പാർട്ട് ടൈം ജോലിയുടെ സാമ്പത്തിക ആവശ്യകത ഉണ്ടായിരുന്നിട്ടും നാടുകടത്തലിന്റെ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് വിദ്യാർത്ഥികൾ ജോലി ഉപേക്ഷിക്കുകയാണ്. അതേസമയം യുഎസിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നത് പുതിയൊരു രീതിയല്ല. വർഷങ്ങളായി ഇത് തുടരുകയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിപ്രായപ്പെട്ടു.